ശ്രീ ശിവാനന്ദൻ, ഇപ്പോൾ എന്താണ് അവിടെ നഷ്ടമായത് എന്ന് ചോദിക്കേണ്ടതില്ല. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ പ്രിയപ്പെട്ടത് നഷ്ടമായിട്ടുണ്ട്. അന്നത്തെ ദിവസം അനുഭവിക്കേണ്ടി വന്നത്, രക്ഷപ്പെടേണ്ടി വന്നത് എത്രത്തോളം വലിയ ദുരിതത്തിൽ നിന്നാണ്. അതായത് ഈ ഉരുൾപൊട്ടുന്നതിൻ്റെ തലേന്ന് 2 ദിവസം മുമ്പ് തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു അവിടെ ആ പ്രദേശത്ത്. ഈ മലമ്പ്രദേശത്തായിരുന്നു മഴ ശക്തമായിട്ട്, മഴ കണ്ടിന്യൂ ആയിട്ട് പെയ്തുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഇതിന് സംഭവിക്കുന്നതിന് മുമ്പുണ്ടായ യഥാർത്ഥ വസ്തുത കൂടി നമ്മൾ പറയുന്നതാണ് കുറച്ച് ഭംഗി. അതിന് പ്രധാന കാരണം നമ്മൾ അധികൃതമായിട്ടുള്ള മേപ്പാടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ 2018 ഒരു സംഭവം, പുത്തുമല ഉരുൾപൊട്ടുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് അന്ന് ആ പഞ്ചായത്ത് ഭരണസമിതി നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവിടുത്തെ ജനത്തോട് വന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ മാറി താമസിക്കണം എന്ന് പറഞ്ഞിരുന്നു. അന്ന് അവരത് കൃത്യമായി കുറേ പേരൊക്കെ ചെവിക്കൊണ്ടെങ്കിലും കുറച്ച് പേര് അവരുടെ എന്തെങ്കിലും കൃത്യമായ രേഖകൾ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞ് കയറി ചെന്നവർ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയത്, ഈ 17 പേര്. അതായിരുന്നു അതുണ്ടായത്. ബാക്കി അല്ലായിരുന്നെങ്കിൽ അവിടുത്തെ ഭരണസമിതി അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് മുണ്ടക്കയിൽ നിന്ന് ഈ ചൂരൽമല പ്രദേശം വരെയുള്ള നഷ്ടപ്പെട്ടതുപോലെ അവിടെയും 100 കണക്കിന് ആളുകളുടെ ജീവൻ അന്ന് പോയിട്ടുണ്ടാകുമായിരുന്നു. അങ്ങനൊരു അന്തരീക്ഷം ഉണ്ടായത് അവിടുത്തെ ആ ഭരണസമിതിയുടെ സഹായമായിരുന്നു. ഇന്ന് ഈ പ്രാവശ്യത്തെ ഈ പ്രാവശ്യം ഉണ്ടായ ഭരണസമിതി ചെയ്ത പണിയെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ഈ കണ്ടിന്യൂ ആയിട്ട് മഴ ആ മലയിൽ പെയ്തപ്പോൾ പോലും അവരൊന്ന് ഇടപെട്ട് എന്തെങ്കിലും ആളുകളുടെ അടുത്ത് മാറി താമസിക്കാനുള്ള പറയുകയോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം എന്ന് പറയുകയോ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് നിങ്ങളെ ഒരു ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റാം എന്നോ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവിടെ സ്വമേധയായിട്ട് കുറേ ആളുകൾ മാറിയവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. രാത്രി 12 മണിയായപ്പോഴാണ് ഈ ഉരുൾപൊട്ടൽ അവിടെ മുണ്ടക്കയിലുണ്ടായത്. ഉരുൾപൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ പേര് ആദ്യത്തെ പൊട്ടിൽ കുറേ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി രക്ഷപ്പെട്ടതിൽ കുറേ പേര് പോയെങ്കിലും ബാക്കി കുറേ പേര് അങ്ങനെ തന്നെ അവിടെ അറിയാതെ ഇരുന്നു പോയി. ആ പൊട്ടിൽ ചൂരൽമല പ്രദേശത്ത് ചൂരൽമല ഹൈസ്കൂളിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള ആളുകൾ, ഹൈസ്കൂൾ റോഡിലേക്കുള്ള ആളുകൾക്ക് ഒരുപാട് വീടുകളുണ്ടായിരുന്നു. ആ വീട്ടിൽ ഞാൻ ഹൈസ്കൂളിൻ്റെ അവിടെയുള്ളൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീട് കുന്നിലാണെങ്കിൽ ആയതുകൊണ്ട് മാത്രമാണ് എൻ്റെ വീട് നഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമൊക്കെ മാറിയത്. അപ്പോൾ ശരിക്കും ആദ്യത്തെ പൊട്ടിൽ തന്നെ നമ്മുടെ ആ പ്രദേശത്തുള്ള കുറേ ആളുകൾ രക്ഷപ്പെട്ടു. രണ്ടാമത് പൊട്ടുന്നത് 2 മണിയാണ്. കുറേ പേരൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ട്, അറിയാതെ പോയിട്ടുണ്ട്. അങ്ങനെ പെട്ടതാണ് കുറേ പേര് ആ അപകടത്തിൽ പെടാനുണ്ടായ സാഹചര്യം. പ്രധാനമായിട്ടും നമ്മുടെ ഈ പ്രദേശത്ത് ഞങ്ങളൊക്കെ നേരിട്ട് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഉരുൾപൊട്ടി വരുന്നത് ചൂരൽമല പ്രദേശത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ സ്കൂളിന് കുറച്ചടുത്താണ് എൻ്റെ വീട്. അവിടെ നിന്ന് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ഓടിപ്പോയി രക്ഷപ്പെട്ട് കുറേ പേരൊക്കെ എൻ്റെ വീട് കുന്നിലായിരുന്നു. ആ കുന്നിലേക്ക് കയറി വന്നു ആ ഒരു 3-4 കുടുംബങ്ങൾ. അവർ വേലായുധൻ്റെ കുടുംബം, വേലായുധൻ്റെ വീടെല്ലാം എൻ്റെ തൊട്ടടുത്ത വീടായിരുന്നു. അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി. അവിടെ ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇനി അവിടെ ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല. ഇനി അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ആ പ്രദേശത്ത് പോകുമ്പോൾ തന്നെ ഒരു ഭീകരതയായിട്ട് തോന്നുകയാണ്. അധികൃതർ ഇനി ഇടപെട്ട് സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റണം. അതിന് ആർക്കാണ് കഴിയുന്നത് അവർ സഹായത്തോടു കൂടി മാത്രമേ ഇനി കഴിയുള്ളൂ. അതിന് ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ ആ പ്രദേശത്തേക്ക് 100 കണക്കിന് ആളുകൾ ഇപ്പോഴും അവിടെ ഇനിയും മരിച്ചവരെ കിട്ടാതെ ഇരിക്കുകയാണ്, കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് ഇതുവരെ തോണ്ടിയാൽ പോലും കിട്ടാത്ത വലിയ കോൺക്രീറ്റ് കൂനങ്ങൾക്ക് അടിയിൽപ്പെട്ടിട്ട് കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യമുണ്ട്. അത് അവരെടുക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളെ സഹായിക്കുകയും കൂടി ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ ശിവാനന്ദൻ ഞങ്ങളുടെ ഈ സമയത്ത് സംസാരിച്ചതിന്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന അറിയിപ്പ് കിട്ടിയില്ല എന്ന് അവിടെ നിന്നുള്ളവർ പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അത് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം വിശദമായ പരിശോധനയും ഒക്കെ ആവശ്യമാണ്. നിലവിൽ നമ്മൾ കാണുന്നത് പോലെ മുണ്ടക്കയിൽ ജീവൻ്റെ ഒരു തുടിപ്പ് അവശേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരൊറ്റ മനസ്സായി അവിടേക്ക് ജാഗരൂകരായി നിൽക്കുന്നത് പോലെയുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിലൊക്കെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അങ്ങനെ വേണം മനുഷ്യൻ പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വെളിച്ചം.